എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കം കാണിച്ചില്ല, ഒരു അംബർല സ്കേർട്ടാണ് കേട്ടോ. ഒരു 7 വയസ്സ് 8 വയസ്സുള്ളൊരു കുട്ടിക്ക് ലൈനിങ് ഇട്ടിട്ട് നമ്മുടെ എലാസ്റ്റിക് വെച്ച് തയ്ക്കുന്ന നല്ല വിരിവുള്ള ഒരു അംബർല സ്കേർട്ടാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് സാരി വെച്ചിട്ടാണ് തയ്ക്കുന്നത് കേട്ടോ. 2 ദിവസം മുമ്പ് ഞാനൊരു സാരി മുറിച്ചിട്ട് എനിക്കൊരു ചുരിദാർ ടോപ്പ് തയ്ച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് തുണിയുണ്ട്, അത് വെച്ച് മോക്കുള്ള ഒരു മിഡി തയ്ക്കാമെന്ന് വിചാരിച്ച്. ചുരിദാർ ടോപ്പ് തയ്ച്ചതിൻ്റെ ബാലൻസ് സാരി ഇത്രയാണ് നമുക്കുള്ളത്. അത് 2 മീറ്റർ തികച്ചില്ല കേട്ടോ, കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ 2 മീറ്റർ ആകുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഒരു 7 വയസ്സ് 8 വയസ്സുള്ള ഒരു കുട്ടിക്ക് നല്ല രീതിക്ക് നമുക്കിത് വെച്ചിട്ട് സ്കേർട്ട് തയ്ക്കാം. അപ്പോൾ അത് 2ആയിട്ട് മടക്കിയതിന് ശേഷം ഞാനത് കോണോട് ചേർത്ത് 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അംബർല കട്ട് വെട്ടുമ്പോൾ നമ്മൾ കോണോട് ഇട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ 4 പീസായിട്ട് ഇട്ടിട്ടുണ്ട്. അടുത്ത നമ്മൾ സ്കേർട്ടിൻ്റെ അരവണ്ണമാണ് അടയാളം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 32 ഇഞ്ച് വണ്ണമാണ് അരവണ്ണം നമുക്ക് വേണ്ടത്. അതിൻ്റെ കൂടത്തിൽ ഞാൻ 4 ഇഞ്ച് കൂട്ടുന്നുണ്ട്. അപ്പം 36 ഇഞ്ച് വണ്ണം എടുത്തൊന്ന് കൂട്ടിക്കും. അപ്പോൾ നമ്മൾ 4ആയിട്ടാണല്ലോ തുണി ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അടയാളം ചെയ്യേണ്ടത് 9 ഇഞ്ചാണ്. അപ്പോൾ 9 ഇഞ്ച് കറക്റ്റായിട്ട് താഴെ വരച്ച് കൊടുത്തതിന് ശേഷം ഇപ്പം ഞാൻ ആ 2 സൈഡിലും ടേപ്പ് വെച്ച് നോക്കിയത് കറക്റ്റായിട്ട് എത്ര ഇഞ്ച് ആ മേളിൽ നിന്ന് കറക്റ്റായിട്ട് താഴോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ 9 ഇഞ്ച് അടയാളം ചെയ്തല്ലോ. അപ്പോൾ അത് 2 സൈഡിൽ ഒരേ ഇറക്കം തന്നെയാണെന്ന് നോക്കിയതാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ തൊട്ട് താഴോട്ട് ഇറക്കമാണ് എടുക്കുന്നത്. അപ്പോൾ പാവാടയുടെ ഇറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു പടി ഇതിനകത്ത് 2 ഇഞ്ചോളം വരും, പിന്നെ 1/2 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പ് പോകും. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് എടുക്കേണ്ടത് ഈ ഒരു പാവാട പീസിലേക്ക് 24.5 വരച്ച് കൊടുക്കുക. 24.5യുടെ കൂടത്തിൽ 2 ഇഞ്ചും കൂടെ കൂട്ടുമ്പോൾ 26.5 കിട്ടും. അതിനകത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും. അപ്പോൾ ആ കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും 24.5 അടയാളം ചെയ്യുക. ഇപ്പം ഞാൻ ടേപ്പ് വെച്ച് ഓരോ സ്ഥലത്തും ആ 24.5 അടയാളം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അത് കറക്റ്റായിട്ട് ചോക്ക് കൊണ്ട് റൗണ്ടിൽ വരച്ച് കൊടുക്കുക. 24.5യുടെ കൂടത്തിൽ 2 ഇഞ്ച് പടിയും കൂടെ വരും, തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് പോകും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് 26 ഇഞ്ച് ഇറക്കം ഈ ഒരു പാവാടയ്ക്ക് കിട്ടും. ഇത് മേളിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ വണ്ണം നമ്മൾ അടയാളപ്പെടുത്തിയൊക്കെ ഞാൻ ഒന്നും കൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരുവാണ് ടേപ്പ് വെച്ചിട്ട്. നമുക്ക് 36 ഇഞ്ച് വണ്ണമാണല്ലോ, അപ്പോൾ 4ആയിട്ട് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് 9ആണ് എടുക്കേണ്ടത്. അതിനുശേഷം ആ കോണോട് മേളിലോട്ട് കിടക്കുന്ന അതിൻ്റെ 2 സൈഡിലും ഒരേപോലെ ആണോ വന്നേക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ടേപ്പ് വെച്ച് കാണിച്ചതാണ് കേട്ടോ. നമ്മൾ ആ വരച്ച് കൊടുത്തിരിക്കുന്നത് 2 സൈഡിൽ നിന്നും വെച്ച് നോക്കണം. അപ്പോൾ അത് മേളിൽ നിന്ന് നോക്കിയപ്പോൾ 12 ഇഞ്ച് കറക്റ്റ് തന്നെയാണ്. അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, കാരണം നമ്മൾ ആ 9 ഇഞ്ച് വരച്ചേക്കുന്നത് കയറി ഇറങ്ങിയാണോ ലെവലാണോ എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ആ മേളിൽ നിന്ന് അങ്ങനെ ഒന്ന് വെച്ച് നോക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ലൈനിങ് ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതൊന്ന് നമുക്ക് പാവാട പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് വെച്ച് തന്നെ നമ്മുടെ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അംബർല സ്കേർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ. അടുത്ത നമുക്ക് ഇതിൻ്റെ പടിക്കുള്ള തുണിയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് ഞാൻ 2ആയിട്ട് മടക്കി ഇടുന്നുണ്ട് കേട്ടോ. 2ആയിട്ട് മടക്കി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ടേപ്പ് വെച്ച് അളന്ന് നോക്കണം. അപ്പോൾ അരവണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 ഇഞ്ചാണ് നമുക്ക് മൊത്തം വേണ്ടത്. എലാസ്റ്റിക് ഇടുകയല്ലേ, അപ്പം നമുക്ക് ടോട്ടൽ 32 ഉള്ളൂ. പക്ഷേ 4 ഇഞ്ച് നമ്മൾ കൂട്ടിയാണല്ലോ എടുക്കുന്നത്, അങ്ങനെ 36 വരുന്നത്. അപ്പം കറക്റ്റായിട്ട് 2ആയിട്ട് മടക്കി ഇട്ടതിന് ശേഷം അത് 36-ൽ 2ആയിട്ട് മടക്കി ഇടുമ്പോഴത്തേനും 18 ഇഞ്ച് കിട്ടിയോ നോക്കണം. 18 ഇഞ്ചിൻ്റെ അവിടെ കറക്റ്റായിട്ട് അടയാളം ചെയ്തതിന് ശേഷം ഇറക്കം എടുത്തേക്കുന്നത് 4 ഇഞ്ചാണ് കേട്ടോ. 2 ഇഞ്ച് പടിയാണ്, നല്ല വീതിയുള്ള എലാസ്റ്റിക്കാണ്. അപ്പോൾ നമുക്ക് 2 ഇഞ്ച് വീതിയിലുള്ള പടി കിട്ടുന്ന രീതിയിലാണ് ഈ 4 ഇഞ്ച് ഇട്ട് വീതി 4 ഇഞ്ചും 2ആയിട്ട് മടക്കി ഇട്ടപ്പോൾ 18 ഇഞ്ചും കറക്റ്റായിട്ടിട്ട് നമ്മൾ ആ പടി കട്ട് ചെയ്തതിന് ശേഷം അടുത്ത് നമ്മൾ ലൈനിങ് കട്ട് ചെയ്യാൻ പോവാണ്. ഇതും ഒരു സാരി തന്നെയാണ് കേട്ടോ. അത് നമ്മുടെ അമ്മയുടെ ഉപയോഗിക്കാത്ത ഒരു സാരി തന്നെയാണ്. അത് ലൈനിങ്ങിന് വേണ്ടി അമ്മ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് ഈ ഒരു സ്കേർട്ടിന് വേണ്ടത്രയും നമ്മൾ കട്ട് ചെയ്തെടുത്തു. അത് 2ആയിട്ട് മടക്കിയിട്ടിട്ട് നമ്മൾ അംബർല കട്ട് 4ആയിട്ടിട്ട് കോണോടിട്ടല്ലോ, അതേപോലെ തന്നെ ആ ലൈനിങ് ഒന്ന് കോണായിട്ടിടുക. അങ്ങനെ ഇട്ടതിന് ശേഷം നമ്മുടെ അംബർല കട്ട് മിഡി ആദ്യം വെട്ടി വെച്ചല്ലോ, ആ ഒരു മിഡി അതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇറക്കം നമുക്ക് ഈ ലൈനിങ്ങിന് ഈ മിഡിയുടെ ഒപ്പം തന്നെ വേണ്ട, കുറച്ച് കയറി നിന്നാൽ മതി. അതിന് വേണ്ടി ഞാനിത് ആ മിഡിയുടെ കുറച്ചൊന്ന് ഭാഗം ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. മടക്കി വെച്ചതിന് ശേഷം അതനുസരിച്ച് ആ താഴോട്ട് ഇറക്കം കുറച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ.
ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് അംബ്രല്ല മിഡിക്ക് ലൈനിങ്ങും സെയിം അളവിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ലൈനിങ്ങിന് ഇത്രയും വിരിവ് ഇല്ലേലും കുഴപ്പമില്ല കേട്ടോ. ലൈനിങ്ങിൽ ഇത്രയും വിരിവ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇതിപ്പോൾ സാരി ഉള്ളതുകൊണ്ട് ഇത്രയും വട്ടത്തിൽ ആ ലൈനിങ്ങിനും നമുക്ക് മിഡിക്ക് കിട്ടിയ അത്രയും തന്നെ വട്ടം കിട്ടിയിട്ടുണ്ട്. ലൈനിങ്ങിന് അത്രയും വേണമെന്നില്ല. തുണി കുറവാണെങ്കിൽ അതനുസരിച്ച് താഴോട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ സ്കേർട്ടിൻ്റെ മേൽവശമില്ലേ അടി വരുന്ന ആ ഒരു ഭാഗത്ത് നമ്മുടെ ലൈനിങ് ഫസ്റ്റ് എടുത്ത് വയ്ക്കുക. അതിൻ്റെ മേളിൽ നമ്മുടെ സ്കേർട്ടിൻ്റെ തുണി എടുത്ത് വയ്ക്കുക. അപ്പോൾ ആ മേളിൽ ലൈനിങ്ങുമായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്യണം കേട്ടോ. നേരെ ഒന്ന് ജോയിൻറ്റ് ചെയ്യണം. പാവാട പീസും ലൈനിങ്ങുമായിട്ട് നേരെ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ആ മേളിൽ നമ്മുടെ പടി കൊടുക്കേണ്ട ആ ഒരു തുണിയുടെ 2 സൈഡും ഒന്ന് തയ്ക്കണം. പടിയുടെ 2 സൈഡും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് പാവാട പീസിൽ പിടിപ്പിക്കണം. അപ്പം നമ്മളിത് പിടിപ്പിക്കുന്നത് നമ്മുടെ ലൈനിങ് പിടിപ്പിച്ചിട്ടുണ്ട്. ലൈനിങ് ഉൾഭാഗത്തല്ലേ, അവിടുന്ന് തയ്ച്ച് കൊടുത്തിട്ട് പിന്നെ പുറത്തോട്ട് കൊണ്ട് നല്ല വശത്തേക്കാണ് ഈ പടി തിരിച്ച് തയ്ച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഞാനിത് അകമ്പുറം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അകത്ത് വശത്തുനിന്ന് പടി കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ സ്ട്രെയിറ്റായിട്ട് തയ്ച്ച് പോകണം. എന്നിട്ടത് സ്ട്രെയിറ്റ് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നല്ല വശത്തേക്ക് ആ പടി തയ്ച്ചെടുക്കുക. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് പടി നമ്മൾ തയ്ച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം കണ്ടോ, ഇപ്പോൾ ഞാൻ തിരിച്ച് നല്ല വശത്തേക്കാണ് എടുത്തേക്കുന്നത്. അത് നല്ല വശത്തേക്ക് എടുത്തിട്ട് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുക. അപ്പോൾ പാവാടയുടെ പടി നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ പടിയുടെ മേളിൽ കൂടി ഒന്ന് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകണം.
അപ്പോൾ പാവാടയുടെ പടിയുടെ മേളിലുള്ള സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു. അടുത്തത് നമ്മൾ ലൈനിങ്ങിൻ്റെ തുമ്പ് മടക്കി തയ്ക്കണം. ലൈനിങ്ങിൻ്റെ തുമ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പാവാടയുടെ പടിയുണ്ടല്ലോ മേളിൽ പിടിപ്പിച്ചേക്കുന്ന ആ പടിയുടെ അവിടുന്ന് ഏകദേശം ഒരു 4 ഇഞ്ച് ക്യാപ്പ് ഇട്ടിട്ട് നേരെ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് പോകണം. എന്ന് വെച്ചാൽ ക്ലോസ് ചെയ്ത് പോവുകയാണ് ഇനി താഴോട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഓപ്പൺ ആക്കി ഇട്ടിട്ടാണ് നമ്മൾ താഴോട്ട് ക്ലോസ് ചെയ്ത് പോകുന്നത്. ഇത് നമ്മൾ ഈ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്കിനി എലാസ്റ്റിക് ഇട്ടതിന് ശേഷം ആ മേളിൽ നമ്മൾ ആ ഒരു 4 ഇഞ്ചോളം ക്യാപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അതിന് ശേഷം അതൊന്ന് ക്ലോസ് ചെയ്താൽ മതി. ആദ്യം നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ടൊന്ന് ക്ലോസ് ചെയ്ത് പോകാം. സ്കേർട്ടിൻ്റെ താഴെ വരെ നമ്മൾ ക്ലോസ് ചെയ്തതിന് ശേഷം അടുത്ത് നമുക്ക് എലാസ്റ്റിക് എടുക്കുക. അപ്പോൾ എലാസ്റ്റിക് എടുക്കുക, അതിലൊരു പിന്ന് കുത്തി വയ്ക്കുക. കുത്തി വെച്ചതിന് ശേഷം ഇനി നമുക്ക് എലാസ്റ്റിക് ആ പടിക്കുള്ളിൽ കയറ്റണം. അപ്പം ഇതുപോലെ വീതിയുള്ള എലാസ്റ്റിക് വേണം കേട്ടോ. ഈ അംബ്രല്ല സ്കേർട്ടിന് നമ്മൾ എലാസ്റ്റിക് ഇടുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ തന്നെ. ഇനി എലാസ്റ്റിക് ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതുപോലെ പടി തയ്ച്ചതിന് ശേഷം അതിൻ്റെ അകത്തൊരു വള്ളി തഴിച്ചിട്ടാലും മതി, എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ ഇതിൻ്റെ അരവണ്ണം നമ്മൾ കൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ എലാസ്റ്റിക് ഇടുമ്പോഴത്തേക്കും കുറച്ച് ചുരുങ്ങൂല. നമുക്ക് ഇതിനകത്ത് വേണ്ടത് 32 ഇഞ്ചല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് 36 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 4 ഇഞ്ച് കൂടെ കൂട്ടിയല്ലേ ഇതിൻ്റെ വണ്ണം എടുത്തിരിക്കുന്നത്. അത് എലാസ്റ്റിക് ഇടാൻ വേണ്ടിയാണ് നമ്മൾ അത്രയും കൂട്ടി എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ എലാസ്റ്റിക് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് കറക്റ്റായിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ എലാസ്റ്റിക്കും കൂടെ ആദ്യം ഒന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. അത് നല്ല രീതിക്ക് തന്നെ കെട്ടിയിട്ട് നല്ല വണ്ണം സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അതിനുശേഷം വേണം നമുക്ക് മേളിൽ നിന്ന് ഒന്നുകൂടെ അത് കുറച്ച് ഭാഗം ക്യാപ്പിട്ടല്ലേ നമ്മൾ താഴോട്ട് ക്ലോസ് ചെയ്ത് പോയേക്കുന്നത്, എന്നിട്ടത് ബാക്കിയുള്ള ഭാഗം ഇനി ഒന്ന് ക്ലോസ് ചെയ്യണം. കണ്ടോ, അവിടെ കുറച്ച് ഓപ്പണായിട്ട് കിടക്കുകയല്ലേ. ഇനി കറക്റ്റായിട്ട് വെച്ചിട്ട് ഇനി ക്ലോസ് ചെയ്യാം. ആദ്യം തന്നെ എലാസ്റ്റിക് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കണം. എലാസ്റ്റിക് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കേർട്ടിൻ്റെ താഴെ തുമ്പ് മടക്കി തയ്ക്കണം. നമ്മൾ ലൈനിങ്ങിൻ്റെ തുമ്പാണ് ആദ്യം മടക്കി തയ്ച്ചത്. ഇനി നമുക്ക് ആ സ്കേർട്ടിൻ്റെ റൗണ്ടിൽ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യണം, ഫുള്ള് സ്റ്റിച്ച് ചെയ്യണം.
അപ്പോൾ നമ്മുടെ അംബർല സ്കേർട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല വട്ടം കിട്ടിയിട്ടുണ്ട്. ആ എലാസ്റ്റിക്കൊക്കെ പിടിപ്പിച്ചേക്കുന്നതാണെങ്കിൽ നല്ല കറക്റ്റായിട്ടുണ്ട്. നമ്മൾ എലാസ്റ്റിക് പിടിപ്പിക്കാൻ നേരത്ത് മാത്രം ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് ആ എലാസ്റ്റിക്കിൻ്റെ വീതി തന്നെ മടക്കി തയ്ക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ എലാസ്റ്റിക് അതിൻ്റെ അകത്ത് ലൂസായിട്ട് കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എലാസ്റ്റിക് പൊളയും, അങ്ങോട്ടും ഇങ്ങോട്ടും പൊളഞ്ഞ് കിടക്കും. അങ്ങനെ സംഭവിക്കും, അത് ശ്രദ്ധിക്കണം. അതുപോലെ എലാസ്റ്റിക് അകത്ത് കയറ്റിയതിന് ശേഷം നമുക്ക് എലാസ്റ്റിക് ഇനി പൊളയാതിരിക്കാൻ വേണ്ടി നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം. എലാസ്റ്റിക്കിൻ്റെ മേളിൽ കൂടെ നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലങ്ങനെ ചെയ്തിട്ടില്ല, കാരണം ഞാൻ എലാസ്റ്റിക് അതിലിട്ടപ്പോഴത്തേനും കറക്റ്റായിട്ടാണ്, അതിനകത്ത് ലൂസായിട്ടല്ല ആ എലാസ്റ്റിക് കിടന്നത്, കറക്റ്റായിട്ടാണ് കിടന്നത്. അതുകൊണ്ട് നമ്മളതിൻ്റെ എലാസ്റ്റിക്കിൻ്റെ മേളിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ലൈനിങ് ഇട്ട് നമ്മുടെ അംബർല സ്കേർട്ട് നല്ല അടിപൊളിയായിട്ട് സാരി തുണി കൊണ്ട് നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഇനി വീട്ടിലൊന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നാളത്തെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.